വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഒരു വലിയ ലോകമഹായുദ്ധത്തിൻ്റെ സന്നാഹങ്ങൾ തന്നെയാണ് സമീപകാല നയതന്ത്ര രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉടലെടുത്തിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനമായും ഇന്ത്യക്കാരോട് പറഞ്ഞിരിക്കുന്നത് രണ്ടു രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളിൽ ഒരു കാരണവശാലും പോകരുത്, ഈ അടുത്ത് പോയിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അത് വളരെ വലുതായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇറാനിലേക്കും ഇസ്രായേലിലേക്കുമാണ് ഇന്ത്യക്കാർ ഈ അടുത്ത് യാത്ര ചെയ്യരുത് എന്ന മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അനവധി വിഷയങ്ങൾ ഇതിന് പറയാനായിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങൾ മൂലമാണ്, അത് മുൻനിർത്തിയാണ് വിദേശകാര്യ മന്ത്രാലയം ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇറാനിലും ഇസ്രായേലിലും താമസിക്കുന്ന ഇന്ത്യക്കാർ ഉടൻ തന്നെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്ന നിർദ്ദേശം പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവരുടെ പേരുവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സമാനമായ സാഹചര്യം ഇതിനു മുൻപും ഉണ്ടായിരുന്നു. അന്നായിരുന്നു ഇസ്രായേൽ പലസ്തീൻ വിഷയം ഉടലെടുത്തത്. ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ കലുഷിതമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ സാഹചര്യം കൃത്യമായി വിലയിരുത്തി തന്നെയാണ് ഇന്ത്യ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. നിലവിൽ സാഹചര്യം വളരെ മോശമായതിനാൽ തന്നെയാണ് മുൻകരുതലോടെ മാത്രമേ പുറത്ത് സഞ്ചരിക്കാവൂ എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി പുറത്ത് സഞ്ചരിക്കുന്നെങ്കിൽ പരമാവധി പുറത്തിറങ്ങാതിരിക്കാൻ വേണം നോക്കാൻ. നിവർത്തിയില്ലെങ്കിൽ മാത്രമേ, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ എന്നുള്ള നിർദ്ദേശവും ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ ഫ്രഞ്ച് സർക്കാരും തങ്ങളുടെ പൗരന്മാർക്ക് സമാനമായൊരു സുരക്ഷാ നിർദ്ദേശം നൽകിയിരുന്നു. കൃത്യമായ മുന്നൊരുക്കങ്ങൾ അവർ നിർദ്ദേശിച്ചിരുന്നു. ഇസ്രായേൽ, ഇറാൻ, പലസ്തീൻ, ലെബനൻ എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് ഫ്രാൻസ് പറഞ്ഞത്. ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും മുന്നിൽ കണ്ടു തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള പലവിധ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് പലതരത്തിലുള്ള സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്. അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ജീവനക്കാർക്കും പൗരന്മാർക്കും സമാനമായ യാത്രാ നിർദ്ദേശം നൽകിയതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. പൗരന്മാർ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് അതീവ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണമെന്നും ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ നിർദ്ദേശിച്ചത്. ഇസ്രായേൽ ഹമാസ് സംഘർഷം എന്നത് 6 മാസക്കാലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു അറുതിയില്ലാതെ. അതിലേക്ക് ഇറാൻ പോലുള്ള നിരവധി രാജ്യങ്ങൾ രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകൾ ശക്തമായി തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നു. അപ്പോഴാണ് ഇസ്രായേലും കരുത്ത് വർദ്ധിപ്പിക്കുന്നത്. സംഘർഷം നിയന്ത്രിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നിലവിൽ നടത്തിപ്പോരുകയാണ്. അതിന്റെ ഭാഗമായി ഇസ്രായേലുമായിട്ടുള്ള പിരിമുറുക്കം കുറയ്ക്കാനായി ഇറാനെ പ്രേരിപ്പിക്കണമെന്ന് സൗദി അറേബ്യയും UAEയും ഖത്തറും ഇറാഖും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരോട് അമേരിക്ക തന്നെ നേരിട്ട് അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട്.